രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. താൻ കാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതായ വൃത്താന്തം സീതയെ അറിയിക്കണം. എന്നിട്ട് സീതയെ സമാധാനിപ്പിച്ച് അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ കൊട്ടാരത്തിൽ കഴിയണം എന്ന് സീതയെ ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി സീതയെ ആ പ്രകാരത്തിൽ ശാന്തയാക്കി കാനനത്തിലേക്ക് ലക്ഷ്മണനെയും കൊണ്ട് പോകണം എന്ന് തീരുമാനിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും സീത കണ്ടു ആ വരവിൻ്റെ പ്രത്യേകത. ആരും അകമ്പടിയായിട്ട് കൂടെയില്ല, ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്ത് കൃപാനിധേ എന്ന് ചോദിക്കുകയാണ് സീത. നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ, നാഴികകൾ കഴിയുമ്പോൾ കിരീടം വയ്ക്കേണ്ട ആളാണ്. ആ ആള് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധാരണക്കാരനെ പോലെ നടന്നു വരികയാണ് കൊട്ടാരത്തിലേക്ക്. സീത ചോദിച്ചു. അപ്പോഴേക്കും രാമൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ അച്ഛൻ പണ്ട് അമ്മയ്ക്ക് കൈകേയി മാതാവിന് 2 വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വരങ്ങൾ കൈകേയി മാതാവ് ചോദിച്ചു. ഭരതന് രാജ്യാഭിഷേകം, ഞാൻ കാനനത്തിലേക്ക് 14 വർഷത്തേക്ക് പോകണം, ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടുകയാണ്, ഏതും എതിര് നീ പറയരുത്, ഈ കൊട്ടാരത്തിൽ തന്നെ വസിച്ച് അച്ഛനമ്മമാരെ സേവിച്ച് നീ നിന്റെ ആ കർത്തവ്യം, പുത്രി എന്നുള്ള നിലയിലുള്ള നിന്റെ കർത്തവ്യം നീ നിറവേറ്റണം, ഞാൻ കാനനത്തിൽ പോയിട്ട് മടങ്ങി വരും. രാമൻ അഭിഷേകത്തിന് തൊട്ടുമുമ്പുള്ളതായ മുഹൂർത്തത്തിൽ കാട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴേക്കും സീതയ്ക്ക് ഒരു ദുഃഖവും ഉണ്ടായില്ല. വേറൊരാളാണെങ്കിൽ എന്തെല്ലാം ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ കൈകേയി എന്തെല്ലാം ബഹളം ഉണ്ടാക്കി. സീതയ്ക്ക് ഒരു ദുഃഖവും ഇല്ല. എന്തിനങ്ങ് കാട്ടിലേക്ക് പോകുന്നു, എന്തിനു ദശരഥൻ അങ്ങനെ ആ അമ്മയ്ക്ക് വാക്കുകൊടുത്തു, ഒന്നും ചോദിച്ചില്ല. സീത പറഞ്ഞു, ഞാനും വരുന്നു അങ്ങയോടൊപ്പം കാനനത്തിലേക്ക്. മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ, മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. ഞാൻ മുന്നാലെ നടക്കും കാട്ടിലേക്ക്, എൻ്റെ പുറകെ വേണം അങ്ങ് വരാൻ. അങ്ങല്ല മുമ്പേ പോകേണ്ടത്, ഞാനാണ് മുന്നാലെ നടക്കേണ്ടത്. എന്നെ പിരിഞ്ഞ് പോകുന്നത് ഉചിതമല്ല ഒന്നുകൊണ്ടും ഭവാൻ എന്ന് ധരിക്കണം. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എന്നെ പിരിഞ്ഞ് എന്നെ ഈ കൊട്ടാരത്തിലാക്കിയിട്ട് അങ്ങ് ഏകനായിട്ട് കാട്ടിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും ഉചിതമല്ല എന്ന് അങ്ങ് വ്യക്തമായും മനസ്സിൽ ധരിക്കണം. രാമൻ സീതയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സീതയോട് പറഞ്ഞു, കാട്ടിലെ ജീവിതം വളരെയേറെ ദുഷ്കരമാണ്. അല്ലയോ ദേവി, കൊട്ടാരത്തിൽ വളർന്നവളാണ് നീ, കൊട്ടാരത്തിലെ സുഖങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവളാണ് നീ. കാനനത്തിലാണെങ്കിൽ ഈ പ്രകാരത്തിലുള്ളതായ യാതൊരു സൗകര്യങ്ങളുമില്ല. വെയിലും മഴയും മഞ്ഞും എല്ലാം സഹിക്കേണ്ടി വരും. നടക്കുക തന്നെ ദുഷ്കരം. കല്ലും കൂർത്തുമുറുത്ത കല്ലും മുള്ളുമൊക്കെയാണ് വഴിയിൽ. ദുഷ്ടമൃഗങ്ങളുടെ ശല്യമുണ്ട്, ദുഷ്ടരാക്ഷസന്മാരുടെ ശല്യമുണ്ട്. കഴിക്കാനാണെങ്കിലോ നല്ല ഭക്ഷണം ഒന്നും കിട്ടില്ല. കായ്കനികൾ കിട്ടിയെന്ന് വരാം, ഇല്ലെങ്കിൽ പച്ചിലയും പച്ചവെള്ളവും മാത്രമായിരിക്കും. കാട്ടാറിലെ വെള്ളം അത് ചവർപ്പുള്ളതാണ്, അതായിരിക്കും. അതുകൊണ്ട് ദേവി ഒരിക്കലും എന്നോടൊപ്പം വനത്തിലേക്ക് വരരുത് എന്ന് സീതാദേവിയെ വനത്തിലെ ക്ലേശങ്ങൾ ധരിപ്പിച്ച് രാമൻ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ദേവിയുടെ മറുപടി, നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ധർമ്മപത്നിയാണ്, ഞാൻ പതിവ്രതയാണ്. ഭാരതത്തിന്റെ കുടുംബസങ്കല്പം ഇവിടെ നമുക്ക് നന്നായി അറിയാം.
നന്നായി മനസ്സിലാകും ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു പത്നി എങ്ങനെയായിരിക്കണം. സുഖത്തിലും ദുഃഖത്തിലും തുല്യ പങ്കാളികളായിട്ട് ഒരിക്കലും തൻ്റെ കൂടെയുള്ള പങ്കാളി വേദനിക്കാതെ ഇരിക്കാൻ, ഒരിക്കലും തൻ്റെ കൂടെയുള്ള പങ്കാളി വേദനിക്കരുത്, അതിനു വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നവരാകണം ഭാര്യയും ഭർത്താവും. അത് നമ്മളിവിടെ കാണുന്നു. അതുകൊണ്ടല്ലയോ രാമ, അങ്ങ് പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. അങ്ങയുടെ പാദത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എൻ്റെ വ്രതം. ആ വ്രതത്തിന് ഒരിക്കലും അങ്ങ് ഭംഗമുണ്ടാക്കരുത്. അങ്ങ് പറഞ്ഞു കാനനത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണമൊന്നും ഉണ്ടാവില്ലെന്ന്. അവിടെ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അങ്ങ് കഴിച്ചിട്ട് ബാക്കി വരുന്നത് അത് മാത്രം മതി എനിക്ക്. കാട്ടാറിലെ വെള്ളം അത് മാത്രം മതി എനിക്ക് എന്ന് മാത്രമല്ല, അവിടെ കല്ലും മുള്ളും ഒക്കെ ഉണ്ടെന്നങ്ങ് പറഞ്ഞല്ലോ. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്ക്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഒപ്പം നടക്കുമ്പോഴേക്കും എത്രയും കൂർത്തുമൂർത്ത കല്ലും മുള്ളും പോലും എനിക്ക് പുഷ്പങ്ങൾ വിരിച്ച് ഉണ്ടാക്കിയ മെത്തയ്ക്ക് തുല്യമാണ്. അതുകൊണ്ടല്ലയോ ഭഗവാനെ, ഒരിക്കലും അങ്ങയോടൊപ്പം കാനനത്തിലേക്ക് വരുന്നതിൽ നിന്നിട്ട് അങ്ങനെ വിലക്കരുത്. വളരെ ശക്തിയുക്തമായ ഭാഷയിൽ, സ്നേഹനിർഭരമായ ഭാഷയിൽ, ധർമ്മശാസ്ത്രത്തിന്റെ മുഴുവൻ പിൻബലത്തോടു കൂടിയിട്ടാണ് സീത സംസാരിക്കുന്നത്. ഭാരതീയ പതിവ്രതാത്വം, ഭാരതീയ കുടുംബസങ്കല്പം നമുക്കിവിടെ കാണാം. വിവാഹം കഴിഞ്ഞ സീത അയോധ്യയിലേക്ക് വരുമ്പോഴേക്കും ജനക മഹാരാജാവ് പതിവ്രത ധർമ്മങ്ങളെല്ലാം സീതയെ ഉപദേശിച്ചു എന്ന് നമ്മൾ കേട്ടു. അതെങ്ങനെ സീത പരിപാലിക്കുന്നു എന്ന് ജീവിതത്തിലെ ഏറ്റവും കടുത്ത ഈ പ്രതിസന്ധിയിൽ നമ്മൾ നേരിട്ട് കാണുകയാണ്. രാമായണങ്ങൾ പലതും കവിവരർ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. ശ്രേഷ്ഠന്മാരായ കവികൾ, മഹാജ്ഞാനികൾ രാമായണങ്ങൾ അനേകം പല പ്രകാരത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. സീതയെ കൂടാതെ രാമൻ കാട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഏത് രാമായണത്തിലും അങ്ങനെയുള്ളൂ. ഒരിക്കലും ശ്രീരാമചന്ദ്രൻ സീതയെ വെടിഞ്ഞ് കാനനത്തിൽ പോയതായിട്ട് ഒരു രാമായണത്തിലുമില്ല. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടും ഒന്നത്രേ വിചാരിച്ച കൺകിലോ. പ്രകൃതിയും പുരുഷനും ഒന്ന് തന്നെയാണ്. പുരുഷനെ വേറിട്ട് പ്രകൃതിയില്ല. ഈ വസ്തുത അല്ലയോ ഭഗവാനെ രാമ അങ്ങ് മറക്കരുത്, അങ്ങ് ഓർക്കണം. പാണിഗ്രഹണം മന്ത്രാർത്ഥവും ഓർക്കണം. പാണിഗ്രഹണം മന്ത്രാർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയുമോ? ഒരിക്കലും പിരിയില്ല. അതുകൊണ്ട് അല്ലയോ രാമ, ഞാനും കാനനത്തിലേക്ക് തന്നെ വരുന്നു. അങ്ങയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മുന്നാലെ ഞാൻ നടക്കും. എൻ്റെ പിന്നാലെ വേണം അങ്ങ് വരാൻ. സീതാദേവി നിർബന്ധപൂർവമായിട്ട് ധർമ്മശാസ്ത്രങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട്, നേരത്തെ ഉണ്ടായിട്ടുള്ള രാമായണങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രീരാമദേവനോട് സ്നേഹനിർഭരമായി പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ വളരെ സന്തോഷത്തോടുകൂടി അത് അംഗീകരിച്ചു. എന്നിട്ട് ദാനകർമ്മങ്ങൾ ചെയ്യാണ്. ഇനിയിപ്പോൾ സീതയും കൊണ്ട് പോകണം. ലക്ഷ്മണൻ കൂടെയുണ്ട്, സീത കൂടെയുണ്ട്. അപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ് ദാനങ്ങൾ ചെയ്യണം. സജ്ജനങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് വാരിക്കോരി ദാനം ചെയ്തു. സീതയെ കൊണ്ട് ദാനം ചെയ്യിച്ചു, ലക്ഷ്മണനെ കൊണ്ട് ദാനം ചെയ്യിച്ചു, താൻ സ്വയം ദാനം ചെയ്തു. എല്ലാവർക്കും, സജ്ജനങ്ങൾക്കും, അതേപോലെ തന്നെ ആശ്രിതന്മാരായിട്ടുള്ള ആളുകൾ, അതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ആരൊക്കെയാണോ മനുഷ്യരൂപത്തിൽ ഉള്ളത് അവർക്കെല്ലാം വാരിക്കോരി ദാനം ചെയ്തിട്ട് ശ്രീരാമചന്ദ്രൻ സീതയെയും ലക്ഷ്മണനെയും കൂട്ടി കൈകേയി ഭവനത്തിലേക്ക് പോവാണ് അച്ഛനെ കാണാൻ. എന്താ, അദ്ദേഹത്തിന്റെ അനുവാദം വേണം ലക്ഷ്മണനെയും സീതയും കൊണ്ടുപോകണമെങ്കിൽ. അച്ഛനാണ് അദ്ദേഹം, ചക്രവർത്തിയാണ് അദ്ദേഹം. ഈ രണ്ടു നിലയിലും അദ്ദേഹത്തിന്റെ ആജ്ഞയില്ലാതെ ഈ രണ്ടുപേരെയും കൊണ്ട് പോകാനാവില്ല.
അതാണ് നിയമം. എത്ര ശ്രദ്ധയോടുകൂടി രാമൻ പാലിക്കുന്നു എന്ന് നാം അറിയുക. അതിനു വേണ്ടിയിട്ട് രാമൻ അങ്ങോട്ട് പിതാവിൻ്റെ സമീപത്തേക്ക് പോകാൻ പുറപ്പെടുന്നു. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. രാമായണങ്ങൾ പലതും കവിവരർ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാൺകിലോ. വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് അപഗ്രഥിക്കേണ്ട വരികളാണിത്. നാളെ നമുക്ക് അതിൽ തുടങ്ങാം. തുടർന്ന് രാമായണത്തിലൂടെ നമുക്ക് മുന്നേറാം. അതിന് നമ്മുടെ ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന ഗുരുനാഥൻ്റെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.